അദ്ദേഹം മൊത്തത്തിൽ കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അതുപോലെ തട്ടിമുട്ടിയുടെ വലിയൊരു ആരാധകനുമാണ്. ആണല്ലേ? ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ, അതും ഞാൻ കറക്റ്റ് ഇപ്പൊ ഉപ്പുമുളകും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നപ്പോൾ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അല്ല, അത് എനിക്ക് തോന്നുന്നു ആളത് പറയുകയും ചെയ്തു ആ വീഡിയോയിൽ അല്ലേ? എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഉപ്പുമുളകിലും. ഞാൻ എന്നിട്ട് ഫ്ലവേഴ്സിന്റെ അടുത്തും ഇവരുടെ ആൾക്കാരുടെ അടുത്തും പറഞ്ഞു എനിക്ക് ലീവ് വേണം, കാര്യം ഇത് നിങ്ങളുടെ സ്പോൺസറും കൂടെയാണ്. ഈ പ്രോഗ്രാം ഇപ്പൊ നിലവിലത്തെ സ്പോൺസറാണ്. സ്പോൺസേഴ്സിൽ ഒരാൾ എന്ന് പറയുന്നതാവും പിന്നെയും കറക്റ്റ്. അപ്പൊ അതെന്തായാലും പോയി. പക്ഷെ അത് നല്ല നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ, ഇങ്ങനെ ഒരാള്. അർജുൻ കപൂർ മുതൽ ബോളിവുഡിൽ നിന്ന് ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്കൊരു ഫീൽ ആയിരുന്നു, നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയതുപോലെ തന്നെ ആയിരുന്നു. അതിന് അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ ആള് ഒരുപാട് കലാകാരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ്. അതൊരു വലിയ സന്തോഷം. അദ്ദേഹം അതുപോലെ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതൊക്കെ വെറും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞു സാഗർ നല്ലൊരു ഫ്രണ്ട് ആണ്, നിങ്ങൾ ഒരുമിച്ച് കണ്ടു എന്നുള്ളത്. ആക്ച്വലി നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിരുന്ന ആൾ ഇതിപ്പോ സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിരിക്കണം. അപ്പൊ അത്രയും വലിയൊരു നിലയിൽ തന്നെ സാഗർ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ ആയിരിക്കും അല്ലേ? സാഗർ തട്ടിമുട്ടിയിൽ ജോയിൻ ചെയ്യുന്ന വർഷം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ് 2019 20 അങ്ങോട്ടാണ്, 19 18 ആണെന്ന് തോന്നുന്നു. അന്നേ അവൻ ലൊക്കേഷനിൽ വരുമ്പോ പറയും സമയമില്ല, രക്ഷപ്പെടണം. ആ ഒരു ആ ഒരു ഫയർ ഞാൻ അന്നേ അവനിൽ കണ്ടത്. അന്ന് അവൻ അതൊന്നും അവിടെ പറയുമ്പോൾ 26 വയസ്സ്, ഇന്ന് എനിക്ക് 26 വയസ്സ്. ഇന്നിപ്പോ മനസ്സിലാവും രക്ഷപ്പെടണം, എനിക്കും രക്ഷപ്പെടണം എന്നുള്ളത് അതെന്താണ് പുള്ളി അപ്പൊ ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോഴാണ് എനിക്ക് കത്തി. അന്ന് എനിക്കൊന്ന് ഞാൻ അവന് തമ്മിൽ കുറച്ച് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ, എനിക്ക് 4-5 വയസ്സ് വ്യത്യാസം. പക്ഷെ അതിപ്പം എനിക്ക് അങ്ങനെ സിദ്ധാർത്ഥ് 26 വയസ്സിന് എന്തോ കുഴപ്പമുണ്ട്. 26-ന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കുഴപ്പമാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ കുറച്ച് 30 ആവുമല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു. 26 ഇനി 30-ലേക്കാണ്. ഇനി 30 കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അല്ലേ ഏട്ടാ? 30 കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന് മുമ്പ് നമ്മൾ ലൈഫൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയാൽ ഒരു കുഴപ്പമില്ല. 30 കഴിഞ്ഞ് പിന്നെ നമ്മള് സെറ്റ് ആവും, എല്ലാം ശരിയാവും. എല്ലാം സെറ്റ് ആവട്ടെ. ഞാനും പറയുന്നത് എല്ലാം സെറ്റ് ആവട്ടെ. ഇപ്പൊ നമ്മള് ഉപ്പുമുളകിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് എപ്പോഴും ചോദിക്കണം എന്നുള്ളത്, ഈ ഉപ്പുമുളകിലൊക്കെ നിങ്ങൾ എങ്ങനെ ഈ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ഫുള്ള് പഠിച്ചു വെക്കുകയാണോ? അതെങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലാണ് ഉപ്പുമുളകും തട്ടിമുട്ടി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ശരിക്കും എങ്ങനെയാ അപ്പൊ ഇതൊക്കെ പഠിക്കുന്നേ? ഇത് ടെക്നിക്കൽ സൈഡ് എങ്ങനെയാ? ഇത് ഇപ്പം ഒരു സീൻ മൊത്തം ഇരുന്ന്, ഇപ്പൊ ഒരു 5, 6, 7 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ സീൻ മൊത്തം ആൾക്കാർ ഇരുന്ന് ഒരു വട്ടം വായിക്കും, 2 വട്ടം വായിക്കും, 3 വട്ടം വായിക്കും. ഇത് വായിച്ചതിന് ശേഷം എല്ലാവരും പറഞ്ഞു നോക്കും. ഈ പറഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തരുടെ ഡയലോഗും നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ, അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ, അത് കഴിഞ്ഞിട്ട് ഇവരുടെ, ഇതിനിടയ്ക്ക് കൈ നിറുന്നവരുണ്ട്. ഇതും കൂടെ നമ്മൾ ഇടയ്ക്ക് ചില ആൾക്കാർ ആ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യും. ഇപ്പം അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടത് നസീർ സംക്രാന്തി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അതേ ഇത് സ്പോട്ടിന്റെ ആളാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ അതിന്റെ കൂടെ ബാലൻസ് ചെയ്ത് ഒരാളെ തെറ്റിച്ച ആ സീൻ വീണ്ടും റീടേക്ക് ആക്കും. അപ്പൊ ഇത് മെയിൻലി അതിന്റെ ഡയറക്ടർ, ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഉപ്പുമുളകിന്റെ ഡയറക്ടർ സുയിലേട്ടൻ, പിന്നെ അതിന്റെ അസോസിയേറ്റ് ജിഷു, പിന്നെ ടെക്നിക്കൽ ടീം, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഇൻപുട്ടാണ് നിങ്ങൾ ഔട്ട്പുട്ട് ആയിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ഇനി എല്ലാവരെയും പഠിച്ച് വെക്കണം അല്ലേ? അതിൽ 1, 2 അവര് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോകും. ഓ, എനിക്ക് അത് കാരണം നമുക്ക് കാണുമ്പോ ഭയങ്കര നല്ല കഷ്ടപ്പാടുണ്ട്. അല്ല, സീരിയസ്ലി പറയാട്ടെ, ഇതൊന്നും ആളുകൾക്ക് അത്ര അറിയില്ല. കാരണം നമ്മൾ കാണുമ്പോ എത്ര കൂളായിട്ട് ഇവർക്ക് നമ്മൾ റിയൽ ലൈഫിൽ സംസാരിക്കുന്ന ഇപ്പോഴല്ലേ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഉള്ളിലുള്ള കഷ്ടപ്പാട്. അപ്പൊ എല്ലാവരുടെയും ഇത് പഠിച്ചു വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ പിന്നെ എത്ര ടേക്കൊക്കെ പോവും? എനിക്ക് തോന്നുന്നു ഉപ്പുമുളകിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നത് സിദ്ധാർത്ഥിന് ഞാനാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഫസ്റ്റ് ടേക്ക് ഞാൻ എന്റേതായ രീതിക്ക് ചെയ്യും, അത് ഡയറക്ടർക്ക് ഇവർക്ക് ആർക്കും വേണ്ട. സെക്കൻഡ് ടേക്ക് ഞാൻ ഡയലോഗ് കറക്റ്റ് പറയാം, അതും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഡയറക്ടർ വന്നിട്ട് എന്റെ അടുത്തൊരു സാധനം പറയും, അതാണ് ഓക്കെ ആവുന്നത്. അതാണ് ഓക്കെ ആവുന്നത്. പക്ഷെ അത് എപ്പിസോഡിൽ വരുമ്പോൾ മിനിമം കുഴപ്പമില്ലാതെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾക്ക് കാണുമ്പോൾ നിങ്ങൾ ചില്ല് ചെയ്ത് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ഇതിന്റെ ടെക്നിക്കൽ പാർട്ട് അപ്പൊ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഉപ്പുമുളകിൽ തന്നെ എടുക്കാം. ഉപ്പുമുളകില് സിദ്ധാർത്ഥ ഏറ്റവും ക്ലോസ് ആയിട്ട് കുറച്ച് നാളായിട്ട് ആയിട്ടുണ്ടാവുള്ളൂ എല്ലാവരായിട്ടും മിങ്കിൾ, പക്ഷെ എന്നാലും അതില് ഏറ്റവും ക്ലോസ് ആയിട്ട് ഏറ്റവും കൂടുതൽ സിദ്ധാർത്ഥ അവിടെ സംസാരിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ 1 മാസമേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. എനിക്ക് അവിടെ
ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് പാറുക്കുട്ടി എന്ന് പറയുന്ന ആ. പാറു വളിയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതെ ഇമോഷണൽ കണക്ഷൻ പുള്ളിക്കാരുടെ ഉള്ളത്. ആണ്. പാറക്കുട്ടി ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ. അത്രയും കൊച്ചു കുട്ടിയായിട്ടുള്ള അയ്യോ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു എന്താ പറയാ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒക്കെ കിട്ടാൻ അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ എലിജിബിൾ എലിജിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള കാരണം നമ്മള് കൊച്ചു വളർന്നപ്പോ തൊട്ട് നമ്മൾ കാണുന്നില്ല. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള. ഇപ്പൊ സിദ്ധാർത്ഥിന് അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് 12-26 26. അത് ജനിച്ചപ്പോ മുതൽ ഇപ്പൊ വരെ ഉണ്ട്. ഇപ്പൊ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് ഇനി ഇതുപോലെ തന്നെ അങ്ങ് പോട്ടലേക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞു. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഒക്കെ. അത്രയും ചെറിയ കുട്ടിയായിട്ട് എത്രയോ സ്മാർട്ട് ആയിട്ടാണ് ആൾ സംസാരിക്കുന്നത്. നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ടെലിവിഷൻ അവാർഡ് ഉണ്ടായിരുന്നു, അതിൽ ആൾക്ക് നമ്മള് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാ ആളവിടെ വന്നിട്ട് സ്റ്റേജിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും എന്ന് വെച്ചാൽ ഞാനൊക്കെ ചിലപ്പോ സ്റ്റേജിൽ ആങ്കർ ആണെങ്കിലും ചില സമയത്ത് കൈയൊക്കെ വരയ്ക്കാറുണ്ട്. ആളൊക്കെ എത്ര സ്മാർട്ടായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു പാറു. എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ ഉപ്പുമുളകിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കാണാപ്പാടാണ്. നമുക്ക് അത്ര ഇഷ്ടമുള്ളവരാണ്. അപ്പൊ ഈ പാറു പോലെ തന്നെ അതില് എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും സെറ്റിൽ എങ്ങനെയാണ്, അവരൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് സിദ്ധാർത്ഥൻ? ശിവാനി ആയിക്കോട്ടെ, കേശു, അൽസാബിത്ത്, ഗൗരി, പിന്നെ അമ്മുമ്മ ക്യാരക്ടർ, കനകാന്റി എന്ന് പറഞ്ഞ രോഹിണി എന്ന് പറഞ്ഞ ചേച്ചി, എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ സഹകരിച്ചും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഗിവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയാണ് വർക്ക് ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഭയങ്കര ശാന്തിയും സമാധാനവും അടിച്ചുപൊളിയും ഫണ്ണുമാണ് ലൊക്കേഷൻ. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്നെയാണല്ലോ ഈ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ബന്ധമൊക്കെ. അതെ, ഇതിന് പ്രത്യേകിച്ച് പ്രോംപ്റ്റിംഗ് ഇല്ല. ബാക്കിയുള്ള സീരിയൽ പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പം ഗിവ് ആൻഡ് ടേക്ക് പരിപാടി ഇല്ലാതെ ഇത് വർക്ക് ആവില്ല. എല്ലാവരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. ഓക്കെ. ഇപ്പൊ സിദ്ധാർത്ഥിനെ പറ്റി നമ്മൾ സിദ്ധാർത്ഥിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള രീതിയിലെല്ലാം നമ്മൾ കവർ ചെയ്തു. പക്ഷെ സിദ്ധാർത്ഥിന്റെ പാഷൻ എന്താ? ആക്ടിങ് ആണ് ബെസ്റ്റ് പാഷൻ അല്ലെ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ആക്ട് ചെയ്യാനാണ്. അതെ, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒരു ദിവസം വന്നിട്ടാണ് ഇപ്പം തട്ടിമുട്ടിയാവട്ടെ എല്ലാം എപ്പിസോഡിന്റെ കണക്കനുസരിച്ചിട്ട് സീൻ ചെയ്യുന്നു. നമ്മൾ ഇച്ചിരി എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി, അങ്ങനെയാണല്ലോ സിനിമ. അപ്പൊ അങ്ങനെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട്. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. 2 കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ ആണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഫിലിം പ്രൊമോഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെ ആകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് നമുക്കിപ്പോ എക്സ്ക്ലൂസീവ്ലി പറയാൻ പറ്റുന്ന ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് എന്താണുള്ളത്? ഇപ്പൊ നിലവിൽ ഞാൻ കോട്ടയമാണ് എന്റെ സ്വദേശം. കോട്ടയത്ത് എനിക്കൊരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉണ്ട്. എന്റെ കൂടെ 2 പാർട്ട്നേഴ്സും ഉണ്ട്. ഫ്രണ്ട്സ് തന്നെയാണ്. വിന്റർ ഓട്ടോമോട്ടീവ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. കാറിന്റെ എല്ലാ പരിപാടിയും ഡീറ്റെയിലിംഗും എല്ലാം ഉണ്ട്. പിന്നെ എനിക്കൊരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ആർമർ എൻഫോഴ്സ്മെന്റ് എന്നാണ് കമ്പനിയുടെ പേര്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. മേജർ വിസാറും ഒക്കെ പാർട്ടായിട്ടുള്ളൊരു ഫേം ആണ്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന സിദ്ധാർത്ഥ് മാത്രല്ല ഇതൊക്കെ ഉണ്ടല്ലേ? ഇതെല്ലാം ഉള്ള ഒരാളാണ്. ബിക്കോസ് ആളുകൾ ഇപ്പോഴും കാണുന്നത് സിദ്ധാർത്ഥിനെ എപ്പോഴും നമ്മൾ ടിവിയിൽ കാണുന്ന മുഖമാണല്ലോ. അപ്പൊ ഇങ്ങനെയും ഉള്ളത് നമുക്കറിയില്ലായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം സിദ്ധാർത്ഥ്. ഇത് അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിലവിൽ ചെയ്യുന്ന പ്രൊജക്ട് ഉപ്പുമുളകാണ്. കാണാത്ത ആൾക്കാര് ഉപ്പുമുളക് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ തുടരട്ടെ. നമുക്ക് ഫിലിംസിലൊക്കെ കാണാൻ സാധിക്കട്ടെ സിദ്ധാർത്ഥിന്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.